പൊന്നാനി കപ്പൽ നിർമ്മാണ കേന്ദ്രം അടുത്ത മാസത്തോടെ പ്രവർത്തന സജ്ജമാകും. പൊന്നാനിയിൽ നിർമ്മിക്കുന്ന ആദ്യ യാനം 2027 ഡിസംബറിൽ പുറത്തിറങ്ങും. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തുറമുഖത്തെ 29 ഏക്കറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് കമ്പനിയാണ് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങാൻ സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടത്. ഇവരുടെ മറ്റൊരു കമ്പനിയായ ബ്ലൂജൻ മറൈൻ കമ്പനിയുടെ നേതൃത്വത്തിലായിരിക്കും കപ്പലുകൾ നിർമ്മിക്കുക. നിലവിൽ 200 കോടി രൂപ ചെലവ് വരുന്ന 2 ഇലക്ട്രിക് ഡഗ് ബോട്ടിന്റെ നിർമ്മാണ കരാർ ലഭിച്ചതായി കമ്പനി അധികൃതർ അറിയിച്ചു. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള കമ്പനിക്കാണ് ഓർഡർ നൽകിയത്. മണിക്കൂറിൽ 4200 കിലോവാട്ട് ശേഷിയുള്ള ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡഗ് ബോട്ടുകളാണ് നിർമ്മിക്കുന്നത്. കടലോര സമുദ്ര പദ്ധതികൾക്ക് സഹായകമാകുന്ന ഓഫ്ഷോർ സപ്പോർട്ട് കപ്പലുകളും അത്യാധുനിക മീൻപിടുത്ത ബോട്ടുകളും യാർഡിൽ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ 50 മീറ്റർ വരെ നീളമുള്ള യാനങ്ങൾ നിർമ്മിക്കാനാകും. രണ്ടാം ഘട്ടത്തിൽ 120 മീറ്റർ വരെ നീളമുള്ള കപ്പലുകളും യാർഡിൽ പുറത്തിറക്കും. തീരത്ത് യാർഡ് തുടങ്ങുന്നതിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രമാണിത്. തൊഴിൽ സാധ്യതകൾക്കും അനുബന്ധ വികസനങ്ങൾക്കുമപ്പുറം സംസ്ഥാന സർക്കാരിന് ഓരോ വർഷവും 1.5 കോടി രൂപ വീതം കപ്പൽ നിർമ്മാണ കമ്പനി നൽകണമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഭൂമി വാടക ഇനത്തിൽ ഓരോ വർഷവും 25 ലക്ഷം രൂപയും സർക്കാർ ഈടാക്കും. വാടക ഓരോ വർഷവും 5% വീതം വർദ്ധിപ്പിക്കുകയും ചെയ്യും.